ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഴിപ്പനിയാരം എന്നും പറയും, പിന്നെ നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയിൽ മറ്റേ ഉണ്ണിയപ്പം പോലെ ചുട്ടെടുക്കുന്നതായിട്ട് നിന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മൾ ഇഡ്ഡലിയും ദോശയിൽ ചുട്ടതിൻ്റെ ബാക്കി മാവ് വരുമല്ലോ, അതിനോട് വെറുതെ കളയാണ്ട് അതിനെടുത്തിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ചായക്കടി ആക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പതപ്പിച്ച് മിക്സ് ചെയ്ത് അതിനൊന്ന് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ചട്ടി എടുത്തിട്ടായിട്ട് ആ ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഓരോരോ കുഴിയിലും കുറച്ച് മറ്റേ ഉണ്ണിയപ്പം ചൂടുമ്പോൾ കുറേ എണ്ണയൊന്നും ഒഴിക്കണ്ട. എന്നിട്ട് അതിൻ്റെ പാകത്തിനുള്ള ഒരു സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ടായിട്ട് ചെറുങ്ങനായിട്ടുള്ള ഒരു പകുതിയോളമുള്ള മാവിനിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. നിറച്ച് ഒഴിക്കാണ്ട്, അപ്പോൾ കുഴിൻ്റെ പുറത്ത് പോകും ബന്ധു വരുമ്പം. അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യണം. എന്നിട്ട് അത് മുകൾ ഭാഗം കുറച്ച് ബന്ധുന്ന് മനസ്സിലാകുമ്പോൾ തീ കുറച്ചതിന് ശേഷം കുറച്ച് ഉള്ളി, അതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ്, അങ്ങനെ എന്താണെങ്കിലും സാരമില്ല, അങ്ങനെ കുറച്ച് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടായിട്ട് അങ്ങനെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ദോശന് ഇഡ്ഡലിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ഞാൻ ആ മാവിനെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. ചമ്മന്തി, ചിക്കൻ കറി, ബീഫ് കറി, അതിൻ്റെയൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയെങ്കിൽ മനസ്സിലാവും. ഇങ്ങനെ ബാക്കിയുള്ള മാവുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചുട്ട് നോക്ക്. എന്നിട്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ടായിട്ട് നല്ല സോഫ്റ്റ് അപ്പമൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളിയും ഒരു പച്ചമുളകും ഒരു സവാള എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് പൊട്ടിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്നിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വാടിയതിന് ശേഷം അതിനൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിൽ അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് നല്ലോണം അരച്ചെടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല ടേസ്റ്റ് സാധനമാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.